ഇലോൺ മസ്കിൻ്റെ നെഞ്ച് പിളർത്തി ഇറാൻ ആറാടുകയാണ്. എക്സ് സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ട് ഇറാനെ വിമർശിച്ചതാണ് മൊത്തത്തിൽ ആ രാജ്യത്തെ പ്രകോപിപ്പിക്കാൻ പ്രധാനമായിരിക്കുന്ന കാര്യം. ആഭ്യന്തര സംഘർഷവുമായിട്ട് ബന്ധപ്പെട്ട വിഷയം നടക്കുന്ന ഇതേ സമയത്ത് തന്നെയാണ് മസ്ക് ഇറാനെ വിമർശിച്ചുകൊണ്ട് ചില സന്ദേശങ്ങൾ എക്സിലൂടെ ഷെയർ ചെയ്തത്. ഇതാണ് പ്രകോപിപ്പിക്കാനുള്ള പ്രധാന കാരണം. അദ്ദേഹം പറഞ്ഞ ഇങ്ങനെയാണ്: അതിജീവിക്കാൻ ഇറാന് കഴിയുകയില്ല. സർക്കാർ നല്ല കാര്യത്തിന് പ്രോത്സാഹനം നൽകുന്നില്ല. തൻ്റെ സ്റ്റാർലൈൻ എന്ന സാറ്റലൈറ്റ് ഇൻ്റർനെറ്റ് സേവനം ഇറാനിൽ പ്രാബല്യത്തിലുണ്ട് എങ്കിലും അത് നിരോധിക്കാനുള്ള ശ്രമമാണ് ഇറാൻ നടത്തുന്നത്. പ്രോത്സാഹിപ്പിക്കുക, പ്രചോദനം നൽകുക എന്ന പ്രവൃത്തിയിലേക്കൊക്കെ പിറകോട്ട് പോകുന്നത് കൊണ്ട് ഒരു ഇരുളടഞ്ഞ പ്രഭാതങ്ങളാണ് ഇറാനിലുടനീളം ഉള്ളത് എന്ന തരത്തിലുള്ള ഒരു പരാമർശത്തിന് അതിശക്തമായിരിക്കുന്ന മറുപടിയാണ് ഇറാൻ്റെ പ്രസിഡൻറ്റും അതോടൊപ്പം തന്നെ ഇറാൻ്റെ ആത്മീയ നേതാവും നൽകിയത്. ആത്മീയ നേതാവ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് എക്സ് പോസ്റ്റിൽ തന്നെ ചില ഞെട്ടിപ്പിക്കുന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവിട്ടത്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: താങ്കളുടെ മൂപ്പന്മാരോട് ചോദിച്ചു നോക്കണം. ഇറാൻ ചരിത്രത്തിൽ ചെയ്തിരിക്കുന്ന ചില പ്രവർത്തനങ്ങൾ അവർ നിങ്ങളോട് ആ കഥ പറഞ്ഞു തരും. 4-5 ചരിത്ര സംഭവങ്ങൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് വിശദീകരിച്ചുകൊണ്ട് അവർ ഇറാൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ അത് പോസ്റ്റ് ചെയ്തു. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്: 980 കാലഘട്ടത്തിൽ ഇറാനിലെ തബ്രസ് മരുഭൂമിയിൽ അമേരിക്കയുടെ പോരാട്ടത്തെ അടിച്ചൊതുക്കുകയും നിലത്തിട്ടടിക്കുകയും ചെയ്തു ഇറാൻ. താങ്കളുടെ മൂപ്പന്മാർ ആ കഥ നിങ്ങൾക്ക് വിവരിച്ചു തരും. ഓപ്പറേഷൻ ഈഗിൾ ഗ്ലോ എന്ന് പേരിട്ടിരിക്കുന്ന ആ ഓപ്പറേഷനിൻ്റെ അവസാന രംഗം തബ്രസ് മരുഭൂമിയിലായിരുന്നു ഉണ്ടായിരുന്നത്. തങ്ങളുടെ സൈനികർ അവരെ നിലംപരിശാക്കി. 52ഓളം ഇറാൻ തടഞ്ഞു വെച്ച ഇറാൻ പൗരന്മാരെ മോചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് വലിയ സന്നാഹത്തോടും സംവിധാനത്തോടും കൂടി ഏറെക്കുറെ ഇപ്പം നടന്ന വെനിസ്വേലയ്ക്ക് സമാനമായിരിക്കുന്ന സാഹചര്യങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടാണ് ഇവരെ അറ്റാക്ക് ചെയ്തുകൊണ്ട് ഈ തടവിൽ വരുതിയിലാക്കാൻ വേണ്ടി ശ്രമിച്ചത്. പക്ഷേ അവർക്ക് അത് സാധിക്കാതെ പോയി. 2016 പേർഷ്യൻ കടലിൽ അമേരിക്കയുടെ നാവികസേനയുടെ 2 ബോട്ടുകൾ തങ്ങൾ തടഞ്ഞു നിർത്തുകയും 2 നാവിക ബോട്ടിൽ നിന്ന് 10-ലധികം സൈനികരെ തങ്ങൾ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. തങ്ങളുടെ രാജ്യാതിർത്തി ലംഘിച്ചുകൊണ്ട് മുന്നേറുന്ന വിഭാഗങ്ങൾ ആരാണെങ്കിലും അത് അമേരിക്ക, ഇസ്രായേൽ എന്നൊരു കണക്കൊന്നുമില്ല. അവരെ തുറങ്കിലടക്കുക എന്നുള്ളത് ഞങ്ങളുടെ രീതിയാണ്. അമേരിക്കൻ സൈനികർ ജീവന് വേണ്ടി കേയുന്ന ദയനീയമായിരിക്കുന്ന അവസ്ഥ ലോകം കണ്ട് അതിശയിക്കുകയും അവർ ഈ രംഗം വല്ലാത്ത രീതിയിൽ വേദന ഉണ്ടാക്കുന്നത് എന്ന് പല രീതിയിലുള്ള പ്രയാസങ്ങൾ പറയുകയും ചെയ്തു. അത് അമേരിക്കയും ബ്രിട്ടനെയും ഫ്രാൻസും അടക്കമുള്ള രാജ്യങ്ങളെ ഉദ്ദേശിച്ചുകൊണ്ടാണ്. എതിർപ്പുണ്ടെങ്കിൽ പോലും അമേരിക്കയോടുള്ള എതിർപ്പ് മാറ്റിവെച്ചുകൊണ്ട് ഇറാൻ്റെ എതിർപ്പ് പ്രകടിപ്പിച്ച ഒരു കാലമായിരുന്നു 2016 കാലം. പക്ഷേ ഇറാൻ അത് വിജയിക്കാൻ വേണ്ടി സാധിച്ചു. 2020 വർഷത്തിൽ ഇറാഖിലെ ഐൻ അൽ അസദ് എയർബേസിന് നേരെ ഇറാൻ ആക്രമണം നടത്തി. അത് അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള ഒരു എയർബേസാണ്. അവിടേക്ക് ഇറാഖികൾക്കോ മറ്റുള്ളവർക്കോ പ്രവേശനമൊന്നുമില്ലായിരുന്നു. തങ്ങളുടെ മേജർ ജനറൽ ഖാസിം സുലൈമാനിയെ വധിച്ചതുമായി ബന്ധപ്പെട്ട് ഇറാൻ എന്ന് പറയുന്ന തങ്ങളുടെ രാജ്യം പ്രതിരോധിക്കുകയായിരുന്നു. ആ പ്രതികാരത്തിന് മുൻപിൽ നിന്ന് വിറച്ചുപോയി അമേരിക്ക. അവരുടെ ആ ചുവരുകളിൽ അൽ ഐൻ എന്ന് പറയുന്ന ചുവരുകളിൽ ഇപ്പോഴും ഞങ്ങളുടെ സൈനികർ വെടിവെച്ചതിൻ്റെ പാടുകൾ കാണാൻ വേണ്ടി സാധിക്കും. അത് 2020 ആ സംഭവം നടന്നത്. 2025 കാലത്താണ്
ഖത്തറിലെ അമേരിക്കയുടെ അൽ ഉദൈദ എയർബേസ്, സൈനിക എയർബേസ് തങ്ങൾ ആക്രമിച്ചത്. തങ്ങൾക്കത് നിസ്സാരമായിരുന്നു. വലിയ രീതിയിലുള്ള പരിക്കുകൾ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്ന് അമേരിക്ക അഭിമാനം കൊണ്ടതിൻ്റെ 2 ദിവസം കഴിയുകയും ചില സാറ്റലൈറ്റ് ചിത്രങ്ങൾ പുറത്തു വന്നു. ആ സാറ്റലൈറ്റ് ചിത്രങ്ങൾ പ്രകാരം അന്താരാഷ്ട്ര മീഡിയകൾ ഈ വിഷയത്തെ കൃത്യമായ രീതിയിൽ പഠിച്ചുകൊണ്ട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഇങ്ങനെയാണ്: കഴിഞ്ഞ ദിവസം, അതായത് ഈ തങ്ങൾ ആക്രമണം നടത്തുന്നതിൻ്റെ 2 ദിവസം മുൻപ് അവിടെ കണ്ടിരുന്ന 2 ബിൽഡിങ്ങുകൾ ഇപ്പോൾ കാണുന്നില്ല. 10 നില ബിൽഡിങ്ങിൽ വെളുത്ത പെയിൻ്റ് അടിച്ച ബിൽഡിങ് ദൃശ്യമാകുന്നില്ലല്ലോ എന്നുള്ളത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട് സാറ്റലൈറ്റ് ചിത്രവുമായിട്ട് ബന്ധപ്പെട്ട്. അഥവാ അമേരിക്കയുടെ നിയന്ത്രണത്തിൻ്റെ ഭാഗമായിട്ടുള്ള 2 ബിൽഡിങ്ങുകൾ ഇറാൻ്റെ ആക്രമണത്താൽ തകർന്ന് തരിപ്പണമായി എന്ന് ചുരുക്കം. സാറ്റലൈറ്റ് ചിത്രങ്ങൾക്ക് പിടിച്ചെടുക്കാൻ പറ്റാത്ത വിധം അത് ഭൂപ്രദേശത്തിലേക്ക് അലിഞ്ഞു ചേർന്നിരിക്കുന്നു എന്നൊക്കെയാണ് അതിൻ്റെ വിശദീകരണക്കുറിപ്പ് പറയുന്നത്. സൈനിക ഹെലികോപ്റ്റർ പരസ്പരം കൂട്ടിമുട്ടതുമായി ബന്ധപ്പെട്ട ചില ന്യായീകരണങ്ങളൊക്കെ 1980 കാലഘട്ടത്തിലെ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പിന്നീട് നടത്തിയിരുന്നു. അതിൻ്റെ ഓടിക്കാനും തങ്ങൾക്ക് സാധിച്ചു എന്നുള്ളൊരു യാഥാർത്ഥ്യം. പിന്നീട് അടുത്തത് പറയുന്നത് 12 ദിവസം നീണ്ടു നിന്ന ഇറാൻ യുദ്ധം. ഈ യുദ്ധത്തിൽ എന്ത് നേട്ടമാണ് ഇസ്രായേൽ നേടിയത്? വളരെ ലളിതമായിട്ട് കൊണ്ട് ലെബനാനെയോ യമനെയോ ഒക്കെ ആക്രമിക്കുന്ന തരത്തിൽ വളരെ എളുപ്പത്തിൽ ആക്രമിച്ചുകൊണ്ട് തങ്ങളുടെ സൈനികപരമായിരിക്കുന്ന ബലവും ശക്തിയും ഇല്ലാതാക്കാൻ സാധിക്കുമെന്ന് മണ്ടന്മാരായിരിക്കുന്ന അമേരിക്ക കണക്ക് കൂട്ടി, ഇസ്രായേൽ കണക്ക് കൂട്ടി. ഇസ്രായേൽ തങ്ങൾ എന്ത് ചെയ്തു? ആക്രമിച്ചു. ആക്രമണത്തോടു കൂടി ഏറെക്കുറെ ഇറാനിലെ ഭരണമാറ്റമുണ്ടാവും, പുതിയ സംവിധാനങ്ങൾ വരും, അവിടുത്തെ സൈനികപരമായിരിക്കുന്ന ശക്തികൾ ക്ഷയിക്കും. അങ്ങനെ ഒരുപാട് സ്വപ്നങ്ങൾ അവർക്കുണ്ടായിരുന്നു. ഒന്നും നടന്നിട്ടില്ല എന്ന് മാത്രമല്ല, തങ്ങളുടെ സൈനികർ തിരിച്ചടി തുടങ്ങി. ഈ തിരിച്ചടിക്ക് മുൻപിൽ പതറിപ്പോയ ഇസ്രായേൽ പിന്നീട് യുദ്ധാവസാനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ ഇടപെടണം എന്നാണ് അമേരിക്കയോട് പറഞ്ഞത്. ഈ സാഹചര്യങ്ങളും ഈ അവസ്ഥകളൊക്കെ യഥാർത്ഥത്തിൽ തങ്ങൾ ഉണ്ടാക്കിയതാണ്. അതുകൊണ്ടാണ് അവരിങ്ങനെ പറഞ്ഞത്, മൂപ്പന്മാരോട് ചോദിച്ചു നോക്കുക, നിങ്ങൾക്ക് ചരിത്രം അറിയില്ല, സംഭവം അറിയില്ല. പേർഷ്യ സാമ്രാജ്യം ഇടപെട്ടിരിക്കുന്ന സ്ഥിതി കാര്യങ്ങളെക്കുറിച്ചോ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ചോ ലോകത്താകമാനം നീതി നടപ്പിലാക്കാൻ വേണ്ടി പേർഷ്യ എന്ന് പറഞ്ഞ സാമ്രാജ്യം വഹിച്ച പങ്കിനെക്കുറിച്ചോ അറിയാത്ത ഒരു മുക്കുവനാണ് യഥാർത്ഥത്തിൽ ഈ പറയപ്പെട്ട ഇലോൺ മസ്ക് എന്ന് ഇറാൻ പറഞ്ഞു വെക്കുന്നു. ഈ കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം പിന്നീട് മസ്കിൻ്റെ ഭാഗത്ത് നിന്ന് യാതൊരു മറുപടിയും ഉണ്ടായിട്ടില്ല എന്നൊരു പ്രത്യേകതയുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറഞ്ഞാൽ അന്താരാഷ്ട്ര തലത്തിലൊക്കെ ഈ സോഷ്യൽ മീഡിയ പോലും യഥാർത്ഥത്തിൽ ഇറാനെതിരെ തിരിക്കുന്ന രീതിയിലുള്ള വലിയ ശ്രമങ്ങൾ നടത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് മസ്ക് ഈ കാര്യങ്ങൾ പറഞ്ഞത്. കാര്യം ഇലോൺ മസ്കും ഇറാനും തമ്മിൽ യാതൊരു വിഷയങ്ങളുമില്ല. അവിടെ നെറ്റ് സർവീസുകളൊക്കെ ഇറാനിൽ നടത്തുന്നുമുണ്ട്. എന്നാൽ അവരുടെ ആ രാജ്യത്തിൻ്റെ അകത്ത് ഉണ്ടാകുന്ന രാഷ്ട്രീയമായിരിക്കുന്ന ആഭ്യന്തര കുഴപ്പങ്ങളും പ്രശ്നങ്ങൾക്കും ഇത്തരമൊരു ബിസിനസ്സുകാരൻ ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇടപെട്ട് മറുപടി പറഞ്ഞ രീതി തന്നെ ശരിയല്ല എന്നുള്ളതാണ് ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരെ പ്രകോപിപ്പിച്ചത്. പറയേണ്ടവരാണ് പറയേണ്ടത്, പറയേണ്ട സമയത്തും പറയേണ്ട സാഹചര്യത്തിലും അത് പറയണം. അനാവശ്യമായി ഇടപെട്ടുകൊണ്ട് സംസാരിക്കുകയും പറയുകയും ചെയ്യുന്ന രീതി കാര്യങ്ങൾ ശരിയല്ല എന്നൊരു അഭിപ്രായം അവരുടെ ഭാഗത്തുനിന്ന് പുറത്തു വന്നു. ഏതായിരുന്നാലും ഇപ്പോഴത്തെ ഇലോൺ മസ്കിന് നൽകിയിരിക്കുന്ന ഇറാൻ്റെ മറുപടി അന്താരാഷ്ട്ര തലത്തിൽ വലിയ പ്രാധാന്യമുള്ള വാർത്തയാവുകയും മീഡിയക്കാരും സോഷ്യൽ മീഡിയയും ഇത് ആഘോഷിക്കുകയും ചെയ്യുകയാണ്. അതിന് ചില കുറിപ്പുകളൊക്കെ അതിനോടനുബന്ധിച്ച് വരുന്നത്, അമേരിക്കയെ നിന്ന സ്ഥലത്ത് നിന്ന് യുദ്ധത്തിന് തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് സൈനിക കൂട്ടത്തെയും സൈനിക പടയെയും തുറന്നു വിടാൻ മാത്രം ധൈര്യം കാണിക്കുന്ന ഒരേ ഒരു മുസ്ലിം രാജ്യമാണ്, ആ രാജ്യത്തിൻ്റെ പേരാണ് ഇറാൻ എന്നുള്ളത്. അവരെ അതിജീവിച്ചുകൊണ്ട് വിജയിപ്പിച്ചെടുക്കുക എന്നുള്ളത് ശ്രമകരമായിരിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ആദ്യഘട്ടത്തിലൊക്കെ ഇറാനെ ആക്രമിക്കണമെന്നും ഇറാനിൽ ഭരണമാറ്റം ഉണ്ടാവണമെന്നും അതിൽ അമേരിക്ക ഇടപെടുമെന്നൊക്കെ പറഞ്ഞ അമേരിക്ക പിന്നീട് പെട്ടെന്ന് തന്നെ പ്ലേറ്റ് മാറ്റിക്കൊണ്ട് തങ്ങൾക്കിപ്പോൾ അതിൽ അങ്ങനെ വല്ലാത്ത രീതിയിൽ ഇടപെടാൻ താല്പര്യമില്ല എന്ന് ഒഴിഞ്ഞു മാറാനുള്ള പ്രധാനമായിരിക്കുന്ന കാരണം പറയുന്നത്, ഇറാൻ്റെ പ്രതിരോധം ഭയാനകരമാണ്, അതിനെ ചെറുക്കാൻ മാത്രമൊന്നും ഈ അമേരിക്കക്ക് പോലും ചില വേളയിൽ സാധിക്കുകയില്ല എന്ന തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വിഷയങ്ങളൊക്കെ, അല്ലെങ്കിൽ ഇറാനുമായിട്ട് കൊമ്പ് കോർക്കാത്തത് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. അപ്പോൾ ഇലോൺ മസ്കിനെ സംബന്ധിച്ചിടത്തോളം ചരിത്രത്തിൽ ഇറാൻ അമേരിക്കക്ക് മേലെ നേടിയിരിക്കുന്ന ആധിപത്യങ്ങളും അവർക്ക് മേലെ നേടിയിരിക്കുന്ന വിജയങ്ങളും അറിയാതെ
ശുഷ്കിച്ച മനസ്സുമായിട്ട് ഇറാനെ വിമർശിക്കാൻ വരരുത് എന്ന് ചുരുക്കം. നിങ്ങൾ ചരിത്രമാണ് പഠിക്കേണ്ടത്. ചരിത്രം മാത്രമല്ല, യഥാർത്ഥ ചരിത്രം പഠിക്കണം. അങ്ങനെ പഠിക്കുന്ന സമയത്ത് പേർഷ്യൻ സാമ്രാജ്യത്തെയും ഇറാനെയും ഒഴിവാക്കിയിട്ട് ഒരു ചരിത്രകാരന്മാരും ഭൂമിയിൽ ഇതുവരെ ഒരു ചരിത്ര ഗ്രന്ഥവും പൂർത്തിയാക്കിയിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതും കൂടി നിങ്ങളിതിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. ചരിത്രത്തോടൊപ്പം യാഥാർത്ഥ്യത്തോടൊപ്പം സത്യത്തോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ശത്രുപക്ഷത്തെ ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമം നടത്തുകയും യുദ്ധപ്രഖ്യാപനം നടത്തുകയും ചെയ്ത രാജ്യത്തിൻ്റെ പേരാണ് പേർഷ്യ, ഇപ്പോഴത്തെ ഇറാൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത് തങ്ങളെ കീഴ്പ്പെടുത്തുക എന്നുള്ളതും പരാജയപ്പെടുത്തുക എന്നുള്ളതും സ്വപ്നം മാത്രമാണ്. യാഥാർത്ഥ്യവുമായിട്ട് ഇതിന് യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ല എന്ന കാര്യം കൂടി ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് യഥാർത്ഥത്തിൽ പറഞ്ഞു വെക്കുകയാണ്.